നമസ്തേ. കുഴൂരാട്ടോ, തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്തുള്ള കുഴൂര്. ഇന്ന് ഡിസംബർ 1, 2025 കുഴൂർ ഏകാദശിയാട്ടോ. അപ്പോൾ ഈ ഉത്സവകാലത്ത് നമ്മുടെ ആദ്യത്തെ പൂരക്കാഴ്ചകളാട്ടോ ഈ കുഴൂർ ഏകാദശി പൂരത്തിൻ്റെ കാഴ്ചകൾ. ഉച്ച കഴിഞ്ഞുള്ള പൂരം കാണാനായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 3:30-4 മണിക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങും. അപ്പോൾ പൂരത്തിൻ്റെ കാഴ്ചകളും അമ്പലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളൊന്നാണ് തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് കുഴൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഴൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായി ബാലഭാവത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഐതിഹ്യമനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ചേരമൻ പെരുമാളാണ്. ഗണപതിയും അയ്യപ്പസ്വാമിയും ശിവനും ഭദ്രകാളിയും നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും ഉപപ്രതിഷ്ഠകളാണ്. വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തിക ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ. കൂടാതെ മകരമാസത്തിലെ തൈപ്പൂയവും തുലാമാസത്തിലെ സ്കന്ദഷഷ്ടിയുമാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ. എല്ലാ മാസവും വരുന്ന വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി നാളുകൾ, ചൊവ്വാഴ്ചകൾ, കാർത്തിക, വിശാഖം, പൂയം നക്ഷത്രങ്ങളും ഇവിടെ അതിവിശേഷമാണ്. നമുക്കിനി ഉത്സവ കാഴ്ചകൾ കാണാം. പാമ്പാടി രാജനും കുന്നത്തൂർ രാമുവും മധുരപ്പുറം കണ്ണനും തുടങ്ങി 15ഓളം ഗജവീരന്മാർ അണിനിരന്ന ഗംഭീര പൂരമായിരുന്നു ഇവിടെ. കുഴൂർ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രത്തിന് മുന്നിലൂടെ ബസ് റൂട്ട് കടന്നു പോകുന്നു. പ്രധാന വഴിയിൽ നിന്ന് നോക്കിയാൽ തന്നെ ക്ഷേത്ര പരിസരം മുഴുവനായും കാണാവുന്നതാണ്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ അസാമാന്യം വലിപ്പമുള്ള ആനപ്പന്തൽ. ആനപ്പന്തലിനപ്പുറം ഭഗവദ്വാഹനമായ മയിലിനെ ശിരസേറ്റി നിൽക്കുന്ന ഉത്തുംഗമായ ചെമ്പ് കൊടിമരം കാണാം. തേക്കിൻ തടിയിൽ തീർത്ത് 8ഓളം ചെമ്പുപറകൾ ഇറക്കി വച്ച ഈ കൊടിമരത്തിന് ഏകദേശം 100 അടിയോളം ഉയരം കാണാം. കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര കാണാം. ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അസാമാന്യ വലിപ്പമുള്ള ബലിക്കല്ലാണ്. തന്മൂലം പുറത്തുനിന്ന് നോക്കിയാൽ ഇവിടെ വിഗ്രഹം കാണാൻ സാധിക്കില്ല. ഭഗവാന്റെ മുഖ്യ സൈനാധിപനായ ധൂർത്തസേനനെയാണ് ഇവിടെ വലിയ ബലിക്കല്ല് പ്രതിനിധീകരിക്കുന്നത്. വലിയ ബലിക്കല്ലിനോട് ചേർന്ന് വേറെയും 8 ചെറിയ ബലിക്കല്ലുകൾ കാണാം. അവ ഭഗവാന്റെ ഉപസൈന്യാധിപന്മാരെ പ്രതിനിധീകരിക്കുന്നു. ദേവസേനാപതി, അഗ്നിലോചനൻ, ദണ്ഡഹസ്തൻ,
അസിധാരിണി, പാശപാലൻ, ധ്വജശേഖരൻ, ഗതി, ശൂലവാസി എന്നിവരാണ് ഈ ഉപസൈന്യാധിപന്മാർ. എന്നാൽ ഇവർക്ക് ഇവിടങ്ങളിൽ ബലി തൂവാറില്ല. പകരം ക്ഷേത്രത്തിന്റെ പുറത്തെ ബലിവട്ടത്തിൽ അതാത് സ്ഥാനത്ത് ഇവർക്ക് സ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. അവിടങ്ങളിലാണ് ബലി തൂകാറുള്ളത്. ബലിക്കൽപുരയുടെ മച്ചിൽ പതിവ് പോലെ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി പുരാണ കഥകളും മൃഗമാല, പക്ഷിമാല, ഭൂതമാല തുടങ്ങിയവയും ഇവിടെ കാണാം. ഇവയെല്ലാം ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഏകദേശം 4 ഏക്കർ വിസ്തീർണം വരുന്ന മതിലകമാണ് ക്ഷേത്രത്തിലേത്. തെക്ക് കിഴക്കേ മൂലയിൽ മേൽക്കൂരയില്ലാത്ത ഒരു തറയിലാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ. ഏകദേശം 1 അടി ഉയരം വരുന്ന വാൽക്കണ്ണാടിയുടെ രൂപം വരുന്ന ഒരു ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത്. മഞ്ഞൾ കുങ്കുമ അഭിഷേകങ്ങൾ, ചെത്തിമാല ചാർത്തൽ, കടുംപായസം തുടങ്ങിയവയാണ് ഇവിടെ ദേവിക്ക് പ്രധാന വഴിപാടുകൾ. ഇതിന് സമീപമുള്ള ഒരു തറയിലാണ് ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠ. ഏകദേശം 1 അടി ഉയരം വരുന്ന ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ ബ്രഹ്മരക്ഷസിന്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒറ്റ തിരിഞ്ഞ ഒരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. ഏകദേശം 3 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഇരിക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹത്തിന് ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹവുമായി നല്ല രൂപസാദൃശ്യമുണ്ട്. നീരാഞ്ജനം, നെയ്യഭിഷേകം, എള്ളുപായസം എന്നിവയാണ് ശാസ്താവിൻ്റെ പ്രധാന വഴിപാടുകൾ. ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച അതിഭീമാകാരമായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ ശ്രീകോവിൽ. ഒരുപാട് ദൂരെ നിന്ന് തന്നെ ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര നമുക്ക് കാണുവാൻ കഴിയും. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ ഇരുനിലകളിലും ചെമ്പ് മേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു. താഴികക്കുടത്തിൻ്റെ അധിഷ്ഠാനം തന്നെ ഏകദേശം 4 അടി കാണും. അകത്തോട്ട് കടന്നാൽ ശ്രീകോവിലിൽ 3 അറകൾ. അവയിൽ പടിഞ്ഞാറ് അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. ഏകദേശം 6 അടി ഉയരം വരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു.
ബാലസുബ്രഹ്മണ്യൻ്റെ സങ്കല്പമാണ് പ്രതിഷ്ഠയ്ക്ക് നൽകുന്നതെങ്കിലും വിഗ്രഹത്തിന് ഉയരം ഇത്രയധികമുള്ളതിനാൽ ദേവസേനാപതിയുടെ ഭാവവും കണ്ടുവരുന്നു. 2 കൈകളെ വിഗ്രഹത്തിനുള്ളൂ. അവയിൽ വലതുകൈ മടക്കി വെച്ച രൂപത്തിലാണ്. ഇടതുകൈ അരയിൽ കുത്തി നിൽക്കുന്നുണ്ട്. ആയുധമായ വേൽ നെഞ്ചിനു കുറുകെ ചാരിവെച്ച രൂപത്തിലാണ്. അങ്ങനെ വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ശ്രീ കുഴൂരപ്പൻ ശ്രീലകത്ത് വാഴുന്നു. ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറായാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായി വാസുകി കുടികൊള്ളുന്ന കാവിൽ പരിവാരങ്ങളായി നാഗയക്ഷി, നാഗകന്യക, നാഗചാമുണ്ഡി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. നിലവിൽ ചുവർച്ചിത്രങ്ങളാലോ ദാരുശില്പങ്ങളാലോ അലങ്കൃതമല്ല ഈ ശ്രീകോവിൽ. എന്നാൽ ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഈ ക്ഷേത്രം. സോപാനപ്പടികൾ കൂടാതെ മുഖമണ്ഡപത്തിലേക്ക് നേരിട്ട് കയറാനായി പ്രത്യേകം പടികൾ കൂടി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അധികം തിരക്കില്ലാത്തൊരു ദിവസം ക്ഷേത്രത്തിൻ്റെ വിശദമായ വീഡിയോ പകർത്തി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം. അധികം താമസിയാതെ ചെയ്യാമെന്ന് കരുതുന്നു. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തിൻ്റെ കാഴ്ചകളും ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.